ഹായ്, അപ്പോൾ ബോച്ചയുടെ കള്ള് ഷോപ്പിലാണുള്ളത്. സ്ഥലം വൈപ്പിനാണ് കേട്ടോ. നമ്മുടെ ബോച്ചയില്ലേ, ബോച്ചയുടെ ടോഡി പബ്ബിലാണ് വന്നേക്കുന്നത്. മാരത്തോൺ വിജയിച്ച ജേഴ്സിയൊക്കെ എടുത്തിട്ടുണ്ട് ആള്. കൊച്ചുങ്ങളും ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ചെറിയൊരു പ്ലാനിങ്ങിലാണ്. ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ അഡ്വഞ്ചർ പാർക്കില്ലേ, ഇന്ദ്രിയ, അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് നമ്മൾ ഫുഡ് എടുക്കുന്നു, നേരെ കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോകുന്നു. അതാണ് പ്ലാനിങ്. പിള്ളേർക്ക് ചൂണ്ടിടാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു ഫിഷിംഗ് ഹണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിൽ മീൻ ഉണ്ടാവും പറഞ്ഞൂടാ. ചൂണ്ടയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ചൂണ്ടയൊക്കെ ഇടണവർക്ക് ചൂണ്ടയൊക്കെ ഇട്ട് ടൈം പാസ് ചെയ്യുക. പക്ഷെ നമുക്കധികം സമയം കളയാനില്ല. പെട്ടെന്ന് ഫുഡ് കഴിക്കണം, പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീ ഫുഡ് ആണെങ്കിൽ സീ ഫുഡ് വേണമെങ്കിൽ കഴിക്കുക. പിന്നെ ഇവർക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കള്ളിൽ ചെയ്തെടുത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ നാടൻ താറാവ് റോസ്റ്റ്, ചിക്കൻ, അങ്ങനെ മട്ടൺ, ആ സാധനമൊക്കെ കള്ളിൽ പ്രിപ്പയർ ചെയ്തതുണ്ട്. സീ ഫുഡ് ഉണ്ട്, പിന്നെ ചൈനീസ് ഐറ്റംസ് ഉണ്ട്. പിള്ളേർ സെറ്റൊക്കെ ചൈനീസാണ് ഓർഡർ ചെയ്തത്. നമ്മൾ കുറച്ച് പേര് കള്ള് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ബോച്ചയുടെ ടോഡി പബ്ബാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫുഡെല്ലാം ഉണ്ട്. അവരെ ഫുഡ് ഡേ കഴിഞ്ഞ് അവരെ പിള്ളേർക്ക് ബോറടിച്ചപ്പോയി ഇവിടെ ചൂണ്ടിടാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ അത് വെച്ചിട്ട് ചൂണ്ടിടയാണ്. ഇതിൽ മീനുണ്ടല്ലോ എന്നൊന്നും അറിയില്ല, എന്നാലും അവർ ചൂണ്ടിടുന്നുണ്ട്. അളിയനാണ്, എൻ്റെ മറ്റൊരു അളിയനാണ്. എന്താ വലിയവരും ഉണ്ട്. ഇവിടെ എൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേരുണ്ട്, അതെൻ്റെ മോളാണ്. കൊള്ളാം. പെഡൽ ബോട്ടിങ് ആണെന്നാണ്, ചവിട്ടി പോകേണ്ടി വരും. പിന്നെ അവിടെ ഒരു ഹട്ട് സെറ്റപ്പൊക്കെ ഉണ്ട്. പറ്റുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹട്ടൊക്കെ ഉള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നത് ബോച്ചയുടെ കൾ ഷോപ്പാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഴിപ്പള്ളി ബീച്ചില്ലേ, അതായത് വൈപ്പിൻ ദ്വീപിലെ കുഴിപ്പള്ളി ബീച്ചിൽ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉള്ള ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ കുഴിപ്പള്ളി ബീച്ചിലേക്ക് വേണ്ട. അപ്പോൾ ബാക്കി പരിപാടിയൊക്കെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ് കുഴിപ്പള്ളി ബീച്ചിലേക്ക്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കണ്ടത്. അത് തെങ്ങിൻ തോപ്പുകളും കായലും നല്ല രസത്തോടെ കാണാനായിട്ട്. അപ്പൊ ഞങ്ങള് ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയേട്ടാ. ടൈം 4:28 ആയി. അപ്പൊ ഇവിടെ 5:30 ആണ്. 5:30 ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് 5:30 കഴിഞ്ഞാൽ ഇവര് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യൂല. അപ്പോൾ 4:20 ആയി. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോണത് സിബ് ലൈനാണ്. അപ്പോൾ അതേ പിള്ളേരുടെ ഹാർനസും സേഫ്റ്റി റിക്വയർഡ് ആയിട്ടുള്ള PPE ഒക്കെ വെച്ചിട്ട് അവർ ഇതേ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ ഇവിടുന്ന് വന്ന് അഡ്വഞ്ചർ പാർക്കിലെത്തി. 5:30 അവർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുത്ത് ഹൈ ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് ചെയ്യാൻ പോണത്. അത് അല്ലെങ്കിൽ റോപ്പ് ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് ചെയ്യാൻ പോണത്. അതിൽ സിപ്പ് ലൈനാണ് ഇപ്പോൾ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതിൽ അവരിതേ പ്രിപ്പയർ ആയിട്ട് ഇതേ പിള്ളേർ സെറ്റെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് കേട്ടോ. ഈ എൻട്രൻസിൽ നിന്ന് വന്ന് നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്ത് നമ്മൾ ഈ കാണുന്ന റിസപ്ഷനിൽ പോയിക്കൊണ്ട് ഇതേണ്ട എൻ്റെ കയ്യിൽ കണ്ട ഈ ഒരു ടാഗ് കണ്ട ഒരാൾക്ക് ഓരോ പാക്കേജാണ്. അതായത് സ്കൈ ആക്ടിവിറ്റി, വാട്ടർ ആക്ടിവിറ്റി, റോപ്പ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പാക്കേജാണ് കേട്ടോ. അത് ഇവിടെ വന്നാൽ അവർ ഒരു ബ്രോഷർ തരും. അത് നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മളത് ചൂസ് ചെയ്യുക. ആ ടൈമും നമുക്കുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് അത് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്ദ്രിയ ഇതിവിടെ ഹാങ് ഔട്ട് ചെയ്യുകയും ചെയ്യാം. ഇതൊരു റിസോർട്ട് പോലെയാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു റെസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കയാക്കിങ് ചെയ്യണ്ട.
ഹാർനസ് ഇട്ടിരിക്കുകയാണ്. സിപ്പ് ലൈനിൽ കയറാനായിട്ട് തയ്യാറായിട്ടിരിക്കേണ്ട. അപ്പൊ സിയോ ബർമ ബ്രിഡ്ജാണ് കേട്ടോ. ഇതവിടെ ഒരു ചേച്ചി കിടന്ന കഴിയണം നോക്കി. ബോട്ട് പെഡലിങ് നടത്താനുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ ഇവിടെ. വീഡിയോ എടുക്കണ എല്ലാവരും സിപ്പ് ലൈനിൽ കയറി ഇപ്പോൾ തൂങ്ങിപ്പോവും. അപ്പോൾ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആര് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റിൽ അങ്ങോട്ട് എത്തും. സിപ്പ് ലൈൻ കംപ്ലീറ്റ് ആയി. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അങ്ങോട്ട് പോവാം, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ സിപ്പ് ലൈനിൽ ഇങ്ങനെ പോവും. എന്നിട്ട് പിന്നെ നേരെ ഇതുവഴി വന്നിട്ട് ഈ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ടോ, അതിൻ്റെ ഘാട്ടവറൊക്കെ പോലെ നമ്മളിവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ സംഭവം കണ്ട, ഇത് ബർമ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടാണ് എലിവേറ്റ് ചെയ്ത് വെച്ചാൽ ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജ് ലൈനിൽ കൂടി കയറി വന്നിട്ട് നമ്മൾ നേരെ ഈ പോയിന്റ് എത്തോടാ, ഞാനിപ്പോൾ കാണിക്കുന്ന പോയിന്റ് എത്തും കണ്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജില്ലേ, ഗ്ലാസ് ബ്രിഡ്ജാണത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടി ഇങ്ങനെ നടന്ന് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജാണിത്. ഇതിങ്ങനെ നടന്ന് വീണ്ടും നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെല്ലും. ദാറ്റ്സ് ഇറ്റ്. വേറെ വലിയ സീനൊന്നുമില്ല, പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ഈസ് ബെസ്റ്റ്. അടിപൊളിയാണ്. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കാരണം നമ്മൾ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ പിള്ളേരായിട്ട് വന്ന് ചെയ്യാൻ പറ്റിയൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് വേണ്ട പിള്ളേർ അടിയിൽ പോയിട്ട് അവിടെ അവർ എൻജോയ് ചെയ്യണം കേട്ടോ. കണ്ട ഉണ്ണി സ്മൈൽ പ്ലേസ് വിടല്ലേ, എന്നെ ഇടിച്ചു പോകും. നൈസ്. അപ്പം അടുത്ത് പേടിയുണ്ടോ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ പോയണ്ട. അപ്പോൾ ഒന്നും കാണുന്നില്ലേ, ഒന്നല്ല കാണുള്ളൂ. എന്താണ് ഉണ്ണിയത് ആക്ടിവിറ്റി? ഇതിനപ്പുറം ചാടിക്കടക്കും. റോപ്പ് ആക്ടിവിറ്റീസ് കഴിഞ്ഞപ്പോൾ അവർക്ക് VR ഉള്ളു, വിർച്വൽ റിയാലിറ്റി. അപ്പോൾ അതൊരു 10 to 15 മിനിറ്റ്സ് ആണ്. 150 120 ആണ് പെർ ഹെഡ്. അപ്പോൾ അതാണ് ഇവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ചില ഞെട്ടലും ചില ശബ്ദങ്ങളൊക്കെ അതൊക്കെയാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീഷ്മൊക്കെ സെറ്റായിക്കോളൂ. സംഭവം ഫണ്ണാണ്, പോവാ അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്കൊന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കൂടി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ക്ലോസ് ആണ്. അത് ഇതിൽ വരുന്നതല്ല കേട്ടോ, നമ്മൾ ഈ ഒരു പാക്കേജിൽ വരുന്നതല്ല, അത് സെപ്പറേറ്റ് ആണത്. അത് നമ്മൾ ഈ ഒരു പാർക്ക് ഉണ്ടല്ലോ, ഈ ഒരു സോണിൽ നിന്ന് പുറത്തോട്ട് പോകണം. എന്നിട്ട് നമ്മൾ അവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് അറിയില്ല. ഇപ്പോൾ ടൈം വേണ്ട 5:54 ആയി. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒരു 1 ഡേ ഒക്കെ പ്ലാൻ ചെയ്യുന്ന പക്ക പ്ലാനിങ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കയാക്കിംഗ് ഒക്കെ 4:30 അവർ ക്ലോസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 4:30 നമുക്ക് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിൽ ഒന്ന് മാറട്ടെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ വെയിൽ മാറി ചെന്ന് ചോദിച്ചോ പറഞ്ഞ് 4:30 വരെ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക, അതനുസരിച്ച് സ്കെഡ്യൂൾ ചാർട്ട് ചെയ്യുക. ദെൻ അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നേരെ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അത് നേരെ കാണണം കേട്ടോ. നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറണമെന്നുണ്ട്. പിന്നെ ഇവിടെ കൈറ്റ് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ചില സമയങ്ങളിൽ ഇവിടെ കൈറ്റ് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. സോ ഫൈനലി വി ആർ ഓൺ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നൈസ് വൈബാണ് കേട്ടോ. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വരണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. വേണ്ട നോക്കിയേ, നമ്മൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. 5 വയസ്സിന് മേലുള്ളവർക്കാണ് ഇതിൽ കയറാൻ പറ്റുള്ളൂ. 5 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇവർ അലൗഡ് ചെയ്യില്ല കേട്ടോ. സോ വേണ്ട, എന്നെ കൂടി കൊച്ചുണ്ട്, വൈഫുണ്ട്, പിന്നെ സിസ്റ്റേഴ്സും ഫാമിലിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ നമുക്കൊരു ഷോക്കിങ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാം ഫാക്ടർ ആയിക്കോളൂ. നമുക്ക് വളരെ ഈസിയാണെന്നാ. നമ്മൾ ശരിക്കും കടലേക്കിടി നടന്നു പോകണം അല്ലേ. നമ്മൾ ശരിക്കും ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാലുള്ള വിഷ്വലില്ലേ, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇവിടെ നോക്കിയാലുള്ള വിഷ്വല് സൂപ്പർ വിഷ്വലാണ്. ഇതാണ്ട എൻജോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ വൈബാണ്. ഇതാണ് കേട്ടോ. നമ്മളിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് എത്തണത് ഫൈനലി. വേണ്ട ഇങ്ങനെ ഇറന്ന് ജർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പൊളി വൈബാണ്. വേണ്ട ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ പ്ലാറ്റ്ഫോമിൽ എത്തുന്നവരെ നമുക്കൊരു ഗൈഡ് സപ്പോർട്ട് ഉണ്ടാവും. വേണ്ട ഇവിടെ തുടങ്ങി ഈ ഒരു സ്ഥലം കണ്ട നേരെ അതിലേക്കൂടി. ഇപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതിലേക്കൂടി തനിയെ പോകാൻ പറ്റില്ല കേട്ടോ. ഗൈഡ് അസിസ്റ്റൻറ്റ് വേണം. കയാക്കും പെഡൽ ബോട്ടിങ്ങും മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യാത്തത്. ബാക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ടെല്ലാവരും. സോ ടൈം ഓൾമോസ്റ്റ് ഫിനിഷായി. സൺസെറ്റിങ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 7 o'clock ആയിട്ടോ. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് കയറിയതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അറിയാലോ, ഇത് ടെമ്പററി ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്നൊരു, അതായത് വെള്ളത്തിന് മേലെ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ടെമ്പററി ബ്രിഡ്ജാണ്, പാലമാണ്. അപ്പോൾ അതിൻ്റെ മേലിലൂടെ നമ്മൾ ഈ നടന്നു പോകുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിന് മേലിലൂടെ നടന്നു പോകുന്നൊരു ഫീലിങ്സ് ഉണ്ടാവും. നമ്മൾ ഈ തിരമാല ഇങ്ങനെ ആലോലമായിട്ട് ഇങ്ങനെ അലയടിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ പൊന്തയും താഴെയും ചെയ്യുന്നൊരു പ്രത്യേക ഫീലിംഗ് ആണ്. ഇതിൻ്റെ വേവ് അനുസരിച്ച് ഇത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ.